Duhuthalara. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലങ്കോടാണ്, പാലക്കാട് ജില്ലയിലെ. ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലം ഇന്ന് നേരി വന്ന് കണ്ടപ്പം എൻ്റെ അമ്മോ, അതും ചെറിയൊരു മഴയും കണ്ടില്ലേ? ഇത് എൻ്റെ പുറകിൽ കണ്ടോ? ആഹാ, നിറയെ ആൾക്കാരാണ് ഇവിടെ. ഫുള്ള് വണ്ടിയാണ് കേട്ടോ. ഇവിടെ ഒരു പാടമൊക്കെ ആയിട്ട് നല്ല രസമാണത്. ഫുള്ള് പാടം, അങ്ങ് മല ദൂരെ ആ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നതുണ്ടോ? എന്ത് രസമാണെന്ന് നോക്കിയേ. അതുപോലെ പലയിടങ്ങളിലായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കണ്ടം. അവിടെ വരുന്ന വഴി ഒരു അമ്പലമുണ്ട്, അതും അടിപൊളിയാണ്. നമുക്കിനിയും ആ ഒരു സൈഡിലോട്ട് പോയി നോക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു കാഴ്ച വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു സ്ഥലം. കണ്ടോ? ഇതിപ്പോൾ ഫോണിൽ കാണുന്നതുകൊണ്ടാണ്, നേരിട്ട് വന്ന് കാണണം. അതായത് നിങ്ങളുടെ മുന്നിൽ ഫുള്ളൊരു മലയായിട്ട് കണ്ടോ. ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഇത്രയും ലെങ്തിൽ, അത് നല്ല രസമാണ് കണ്ടോ. ഇങ്ങനെ ഫുള്ള്, അതും ഒരു ചാറ്റമഴയൊക്കെ ആയിട്ട്. ഞാൻ എൻ്റെ ചെറുക്കനുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. KL30 ചെങ്ങന്നൂർ. ഇവിടെ പാർക്കിംഗ് എല്ലാം സൗകര്യമുണ്ട്. വലിയ വണ്ടിയും ചെറിയ വണ്ടിയും എല്ലാം ഇതുപോലുള്ള വലിയ വണ്ടി. ഇത് കണ്ട ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, ഇതൊരു ഓസാണ്. കണ്ടോ? രസമുണ്ട്. എന്ത് നല്ല ജോലി, നല്ല ശമ്പളം ഉണ്ടായിരുന്നു ഈ ജോലിയെല്ലാം വന്ന് ചെയ്യായിരുന്നു. കണ്ടോ? എല്ലാവരും ഫോട്ടോ എടുപ്പും എല്ലാമാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. എന്ത് രസമാണെന്നറിയോ? ഒരു ചായയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് കുടിച്ചോണ്ട് കണ്ട് ചേച്ചിമാരൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നതും കണ്ട് ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് മഴയത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ എന്നാ രസമാണെന്നറിയോ? അവിടെ ചായ കിട്ടുമായിരുന്നു, ചായയും ഏത്തക്കാപ്പും ഒക്കെ. അപ്പോൾ അത് മേടിച്ച് വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ നേരം വന്ന് ഇങ്ങനെ ഇരിക്കാം. നിങ്ങൾ നല്ല വെയിലുള്ള സമയം നോക്കി വരാതെ ഈ ഒരു ക്ലൈമറ്റ് നോക്കി വരിക. അതായത് നല്ല മഴയത്ത് നല്ല രസമായിരിക്കും. പാവോരാന ഒറ്റയ്ക്ക് നിൽക്കുവാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. അവിടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആ വന്ന വഴി തന്നെ നേരെ കുറച്ചുകൂടെ മുന്നോട്ട് വരിക. വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്. അവിടെ താഴെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇനിയും നമുക്കൊന്ന് മുകളിലോട്ട് കയറി നോക്കാം. ഈ ഒരു കാട്ടുവഴി കൂടെ വേണം മുകളിലോട്ട് കയറാൻ. പ്രായമായവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പ്രായമായവർക്ക് മറ്റേ ബാക്കി കയറാൻ കുഴപ്പമില്ലാത്തവർ മാത്രം ഇതുവഴി കയറുക. ഞാനങ്ങനെ കയറിയ പോലെ ഇറങ്ങി. കയറ്റി വിട്ടില്ല. അവിടെ വെള്ളം ഒരുപാടുണ്ടെന്ന് പറഞ്ഞ് കയറ്റി വിട്ടില്ല. ആരൊക്കെയോ ഇന്നലെ മരിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെയൊക്കെ നല്ല ബ്ലോക്കായി കേട്ടോ. ഇതുപോലുള്ളൊരു വഴിയാണ്. ആളുടെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഫുള്ള് തിരക്ക്. നല്ല കാറ്റാണ് ഇവിടെ, ഭയങ്കര കാറ്റാണ്. ഞാനങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അതിനടുത്തൊരു അമ്പലമുണ്ട്. ചീങ്ങൻചിറ എന്ന് പറഞ്ഞ അമ്പലമാണ്. അതിനടുത്താണ്, ഒരു 2 കിലോമീറ്റർ അവിടുന്ന്. അപ്പം അവിടെയും കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു ഇതാണ്. നല്ല രസമുണ്ട് അല്ലേ? അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ പോലെ മരങ്ങൾ, നല്ല രസമുണ്ട്. നമ്മളപ്പം ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. കാറ് പാർക്ക് ചെയ്യാനൊക്കെ അവിടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്യാം. അപ്പം നമുക്ക് അകത്തോട്ട് കയറാം. ഞാൻ ഏതായാലും കുളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിനകത്തോട്ട് കയറി നോക്കാം എന്താണെന്നുള്ള. ഇതാണ് അമ്പലം കേട്ടോ. ചിങ്ങൻചിറയാണേ. ചിങ്ങൻചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. ആഹാ, വേരൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? നല്ല രസം. ഫോട്ടോയിലൊന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട് ഇതിനകത്ത് ഇങ്ങനെ നിൽക്കാൻ. നല്ല മൂടി നിൽക്കുന്ന ക്ലൈമറ്റും. അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാം. ദൈവമേ രക്ഷിക്കണേ, കാത്തോണേ.
അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കാണാൻ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്. അയ്യോ എന്തോ കാറ്റ്, ഭയങ്കര കാറ്റ്. ഓക്കെ, ഹായ്, നല്ല രസം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഉറപ്പായിട്ട് ഞാൻ ഫാമിലി ആയിട്ട് ഉറപ്പായിട്ട് ഇവിടെ വരും. നിങ്ങൾ ഉറപ്പായിട്ട് പാലക്കാട് പോകുന്ന റൂട്ട് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കയറുക. ഓക്കെ, പശുത്തൊഴുത്ത് കണ്ടോ? ഇപ്പോൾ ഇതെങ്കിലും കാണാനേ ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു.